തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്ന 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും ബിജെപിക്ക്. സ്വതന്ത്രനായ പാറ്റൂർ രാധാകൃഷ്ണൻ ബിജെപി പിന്തുണയോടെ നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. അതേസമയം UDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബിജെപിയുടെ നെടുങ്കാട് വാർഡ് കൗൺസിലർ കരമന അജിത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 13-അംഗ കമ്മിറ്റിയിൽ 4-നെതിരെ 7 വോട്ടുകൾക്കായിരുന്നു വിജയം. നേമം വാർഡ് കൗൺസിലർ MR ഗോപനാണ് പുതിയ ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ. 7-3 MR ഗോപന്റെ ഭൂരിപക്ഷം. വെള്ളാർ വാർഡ് കൗൺസിലർ V സത്യവതി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാലടി വാർഡ് കൗൺസിലർ മഞ്ജു GS ആണ് മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ. കണ്ണമ്മൂല കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ BJP പിന്തുണയോടെ നഗരാസൂത്രണ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി. വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തലപ്പത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെമ്പഴന്തി ഉദയൻ. UDF അംഗങ്ങൾ കൂട്ടത്തോടെ വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ പുതിയ സ്ഥിരസമിതി അധ്യക്ഷന്മാർ ചുമതലയേറ്റു. ഡെപ്യൂട്ടി മേയർക്ക് സംവരണം ചെയ്തിരിക്കുന്നതിനാൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പുണ്ടായിരുന്നില്ല. നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ നടക്കും. ജനം, തിരുവനന്തപുരം.